ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് വർഷയ്ക്ക് ഏറ്റവും ചേരുന്ന സാരിയായിരുന്നു. പ്രധാന ചടങ്ങുകൾക്ക് മാത്രം ധരിക്കാൻ അവൾ പ്രത്യേകം കരുതി വച്ചിരുന്ന സാരി. ഏട്ടാ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാ? സത്യം പറയണം, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാ? എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച് മതിയായി. അടുത്ത് വരരുതെന്നാ പറഞ്ഞത്. ഞാൻ ചാടും. പറയുന്നൊന്ന് കേക്ക്. പക്ഷേ നീ എന്തിനിങ്ങനെ ചെയ്തു? ആരാ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? എന്തിനാ എന്നെ ഒറ്റപ്പെടുത്തിയത്? ആരാ ഇങ്ങോട്ട് വന്നത്? വിക്രമിന്റെ സ്വസ്ഥത തകർക്കാൻ ആരാ ഇങ്ങോട്ട് വന്നത്? അവര് വീണ്ടും വന്നോ? വർഷ എന്നെ നടത്തി മാറ്റാൻ അവര് വീണ്ടും വന്നോ? ആരാണെങ്കിലും ഇവിടെ കയറി വാ. സാർ, എന്നോട് സാറ് വരാൻ പറഞ്ഞിരുന്നു. ആരാ നിന്നോട് കൊണ്ട് വരാൻ പറഞ്ഞത്? വർഷയാണോ? വർഷയോ? സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സാറിന്റെ PA ആണ്. നമ്മൾ ഒരുമിച്ചല്ലേ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഓ, ഞാൻ കരുതി നിരഞ്ജനാണെന്ന്. ഉടനെ സാറിനെ ഒന്ന് കാണണമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. ഞാനതും വിട്ടുപോയി. പെട്ടെന്ന് വർഷ അടുത്തില്ലാതായപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. കണ്ണിലെന്തോ ഇരുട്ട് കയറിയതുപോലെ. അല്ലാതെ ഓർമ്മക്കുറവൊന്നുമല്ല. അത്യാവശ്യമായി കാണേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതെ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. സ്റ്റേഷനിൽ നിന്ന് വിളിവല്ലതും വന്നോ? ഇല്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്നാ വർഷയെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം മരവിപ്പിക്കണം. അതിന് എത്ര പണം വേണേലും ചെലവാക്കിക്കോ. അത് പറയാനാ തന്നെ വിളിപ്പിച്ചത്. സാർ, അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് പറഞ്ഞ് കാണേണ്ടവരെയൊക്കെ കാണേണ്ട രീതിയിൽ കണ്ട് ഏർപ്പാടാക്കിയിട്ടല്ലേ നമ്മൾ തിരിച്ചു വന്നത്. അത് സാറ് തന്നെ അന്വേഷണം മരവിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാല് അത് പിന്നെ എന്ത് ത്യാഗം സഹിച്ചും വർഷം ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുള്ള ബുദ്ധി സാമർഥ്യം ഒക്കെ എനിക്കുണ്ട്. പോലീസിന്റെ ഒരു സഹായം വേണ്ട, മനസ്സിലായോ? PAക്ക് കൂടുതൽ സംശയങ്ങളൊന്നും വേണ്ട. പറയുന്നതങ്ങ് അനുസരിച്ചാ മതി. ഇനി വർഷയുടെ കേസ് അന്വേഷണം സംബന്ധിച്ച് പോലീസിന്റെ ഫോൺ വിളിയും പ്രശ്നവും ഒന്നും ഉണ്ടായി പോകരുത്. ഇല്ല സാർ. ഓക്കെ.